കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പതിപോലെ നമ്മൾ ദൈവവചനത്തിൻ്റെ ചുറ്റാകെ വന്നിരിക്കുകയും ദൈവവചനം കേൾക്കുകയും അത് പഠിക്കുകയും ഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല സ്വഭാവങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും ദൈവവചനത്തിൻ്റെ പഠനത്തിനായി കടന്നു വന്ന എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്ന് രാത്രിയിൽ ഹോളിലായിരിക്കുന്ന എല്ലാവർക്കും ധന്യനായ യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗത്തിലേക്ക് വേഗം കടന്നു വരാം. നമ്മൾ ചിന്തിക്കുന്നത് പ്രായോഗിക ക്രിസ്തീയ ജീവിതം എങ്ങനെ നമ്മൾ നയിക്കണമെന്നുള്ളതിനെ കുറിച്ചാണ്. കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരെ പ്രബോധിപ്പിക്കുന്നത് നമ്മൾ ചിന്തിച്ച വാക്യത്തിൽ, മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 48-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചെങ്ങനെയാണ്: ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരാകണം എന്ന വിഷയത്വമാണ് നമ്മൾ ഇതുവരെയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെങ്ങനെ സൽഗുണപൂർണരാകും, നമ്മൾ എന്തെല്ലാം വിട്ടുകളയണം, നീക്കിക്കളയണം, മാറ്റണം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി കഴിഞ്ഞ ചില ആഴ്ചകളിൽ നമ്മൾ ദൈവവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിപ്പാനും ഗ്രഹിപ്പാനും ഇടയാക്കി. ധന്യനായ പത്രോസ് ശ്ലീഹ അതിനെക്കുറിച്ച് ശക്തമായി പറഞ്ഞു. നമ്മുടെ പണ്ടുണ്ടായിരുന്ന അജ്ഞാനകാലത്തെ മോഹങ്ങളൊന്നും നമ്മൾ മാതൃകയാക്കാതെ നമ്മൾ വളരെ ശ്രദ്ധയോടെ ജീവിക്കേണ്ടതിന് ദിവ്യ സ്വഭാവത്തിന്, അതായത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ഈ ലോകത്തിൻ്റെ മോഹത്താൽ ഉണ്ടാകുന്ന നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് നമ്മൾ ആരാകണം? കൂട്ടാളികളായിത്തീരണം. അങ്ങനെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുമ്പോഴാണ് നമുക്ക് ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതൊക്കെ ദൈവം നമുക്ക് ദാനമായി നൽകുകയും അതും പോരാഞ്ഞിട്ട് അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നൽകി നമ്മളെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആരും പറയരുത് എനിക്ക് അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഈ ഗുണങ്ങളൊന്നും കരസ്ഥമാക്കാൻ പറ്റിയില്ല എന്ന് ആരും പറയരുത്. വിശ്വസിക്കുന്നവരുടെ മേൽ അത് സംഭവിക്കേണ്ടതിന് നാം ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ എത്തപ്പെടേണ്ടതിന് വളരെ അനിവാര്യമാണ്. അതിന് നമുക്ക് വേണ്ടത് നമ്മൾ തെറ്റിപ്പോകുന്നതും തെറ്റിച്ച് കളയുന്നതും. തെറ്റിപ്പോകാൻ രണ്ട് കാരണമാണ്. ഒന്ന്, വചനവും ദൈവത്തിൻ്റെ ശക്തിയും അറിയാത്തത് കൊണ്ട് നമ്മൾ തെറ്റുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മനസ്സ് തഴപ്പിച്ചാൽ നമ്മൾ തെറ്റിപ്പോകാൻ സാധ്യതകളുണ്ട്. ഇത് രണ്ടും നമുക്ക് വരാതിരിക്കേണ്ടതിനാണ് നാം വളരെ ഗൗരവത്തോടെ ഈ ദൈവവചനം പഠിക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ തെറ്റാനുണ്ടായ കാരണം ഈ കർത്താവ് പറഞ്ഞ ആദ്യത്തെ ചില കാര്യങ്ങളുണ്ട്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ, 3 മുതലുള്ള ചില വാക്യങ്ങൾ നമ്മൾ തൊടുകുറിയായിട്ട് കഴിഞ്ഞ ആഴ്ച വായിച്ച് നിർത്തി. അവിടെ ഇങ്ങനെയാണ് നമുക്ക് വായിക്കാൻ കഴിഞ്ഞത്: ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. നമ്മൾ ഈ ആത്മാവിൽ, നമ്മളിപ്പോൾ പാടിയ പാട്ടിൽ നമ്മൾ ചേർന്ന് പാടുവാനായിട്ട് ഇടയാത്തുന്നത്, ആത്മാവിന് ശക്തിയോടെ നമ്മൾ ജീവിക്കണം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന നമ്മളിൽ എല്ലാവരിലും ഉള്ള മാനുഷികമായ നിലയിൽ ദേഹം, ദേഹി, ആത്മാവ്. ശ്രദ്ധിച്ചോണം, ദേഹം, ദേഹി, ആത്മാവ്, ഇത് മൂന്നും നമുക്കുണ്ട്. ഇത് മൂന്നും നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിക്കുന്നത്. ഹല്ലേലൂയ. മനുഷ്യനായി ജീവിക്കുന്നത് ഇത് മൂന്നും ഉള്ളതുകൊണ്ടാണ്. ഈ മൃഗത്തിന് എന്തില്ല? ആത്മാവില്ല. ദേഹമുണ്ട്, ദേഹിയുണ്ട്. നമുക്ക് ആത്മാവും കൂടെ ഉണ്ട്. ഒരു മനുഷ്യൻ തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? ഒരാൾ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവനൊന്നുമില്ലാത്തവനായിപ്പോയി. അതുകൊണ്ട് സർവ്വലോകത്തേക്കാൾ വിലയുള്ളതാണ് ഒരു മനുഷ്യനിൽ പകർന്നിരിക്കുന്ന ആത്മാവിൻ്റെ വില. നമ്മളതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. അപ്പോൾ നമുക്ക് ഈ ആത്മാവിൽ എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. ആത്മാവില്ലാത്തവൻ എങ്ങനെ അറിയാം? ആത്മാവുള്ളവരെ എങ്ങനെ അറിയാം? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം, ഇതെല്ലാം നമ്മൾ അറിയണം, ഇതെല്ലാം നമ്മൾക്ക് അറിഞ്ഞേ പറ്റൂ. അങ്ങനെയൊക്കെ നമ്മൾ ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. ഇന്ന് അനേകരിലും ആത്മാവുണ്ടായിരുന്നു, പിന്നെ അത് നഷ്ടപ്പെടും.
പിന്നെ അത് നഷ്ടപ്പെട്ടു. ഈ ആത്മാവ് വളരെ വളരെ വിശുദ്ധിയുള്ള ഒരിടത്ത് മാത്രം ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ദൈവാത്മാവ്. ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ ഏറ്റു പറയണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് വരണം. വരാതെ ഒരിക്കലും അവൻ യേശു ദൈവമാണെന്ന് പറയാൻ അവനെ കൊണ്ട് ഒക്കത്തില്ല. യേശു ദൈവമാണ് എന്ന് വിശ്വസിച്ച നമ്മളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്. പക്ഷേ ആത്മാവിൽ നമ്മൾ ജീവിക്കാൻ നമുക്ക് കഴിയണം. ഈ ദേഹം, ദേഹി, ആത്മാവ്, ഈ ആത്മാവ് നമ്മളിൽ നഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് അവശേഷിക്കുന്നത് ദേഹവും ദേഹിയുമാണ്. പിന്നെ അവർ തമ്മിലുള്ള ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ആത്മാവും നമ്മുടെ ദേഹിയും തമ്മിൽ ഭയങ്കര വടംവലി നടത്തും. ചെയ്യരുതാത്തത് ചെയ്ത് കഴിഞ്ഞാൽ ആത്മാവ് നമ്മളോട് വാദിക്കും. നീ ചെയ്ത് ശരിയായില്ലെന്ന് പറയും. കുറ്റബോധം എന്നൊക്കെ നമ്മൾ പറയും. അല്ലെ പിന്നെ ഒന്നുകൂടെ പറയും മനസാക്ഷി എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ പിന്നെ സാധാരണ ലാംഗ്വേജ് പറയുന്ന ഒരു പദമുണ്ട്, കണ്ണി ചോരയില്ലാത്ത പണി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. എന്ന് പറഞ്ഞതുപോലെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ചെയ്യരുത് എന്ന് പറയുന്ന നിരവധി കാര്യം ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നീ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം ചെയ്താൽ അത് പാവമാണ്. ഇനി ചെയ്യണം എന്ന് പറഞ്ഞ കാര്യം ചെയ്യാതിരുന്നാലും അത് കുറ്റകരമാണ്, പാവമാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യാൻ പാടില്ല, ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യണം. സപ്പോസ് സഭായോഗത്തെ നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്, അരുത്. ശ്രദ്ധിച്ച്, നമ്മളൊന്ന് സഭായോഗങ്ങളെ നമ്മൾ ഉപേക്ഷയായി വിചാരിക്കരുത്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. നമ്മൾ മിക്കവാറും നമ്മുടെ ചെറിയൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, ചെറിയൊരു കാര്യം. നമുക്ക് ദൈവം തന്ന ആരോഗ്യം, ദൈവം തന്ന എല്ലാ സൗഭാഗ്യങ്ങൾ, എല്ലാ നല്ല അനുഗ്രഹങ്ങൾ, ഇതെല്ലാം ദൈവം നമുക്ക് തന്നതാണെന്ന് നമ്മൾ പറയുകയും നമ്മുടെ ഈ രാജ്യത്ത് ലഭിക്കപ്പെടുന്ന സ്വാതന്ത്ര്യവും സാവകാശങ്ങളും അനുസരിച്ച് നമ്മുടെ സഭായോഗങ്ങളിലുള്ള സമയത്ത് നമുക്ക് കിടന്നുറങ്ങാൻ നമുക്ക് പാടില്ല. ഹലോ, ഉറങ്ങാൻ നമുക്ക് അനുമതിയില്ല. ഇന്നലെ രാത്രി മുഴുവൻ ക്ഷീണമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉറങ്ങി. സഭായോഗത്തെ ഉപേക്ഷയായി കരുതാൻ സഭയുടെ ഏത് യോഗമായാലും, സഭായോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞായറാഴ്ച ഒരു യോഗമുണ്ട്, അതല്ല. സഭ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ സാദൃശ്യമാണ്. അത് ഈ ഭൂമിയിൽ നിലനിൽക്കുമ്പോൾ നമ്മളെല്ലാവരും അതിൻ്റെ അവയവങ്ങളാണ്. അവരെല്ലാം കൂടെ ഒന്നിച്ചുകൂടി നമുക്ക് ലഭിക്കപ്പെടുന്ന സമയം ദൈവത്തെ ആരാധിക്കാനുള്ള സമയമാണ്. ആ സമയത്ത് നമ്മൾ ഉറങ്ങാൻ പറ്റില്ല, നമ്മൾ മറ്റൊഴിവുകൾ പറയാൻ പാടില്ല, ഉപേക്ഷയായി കരുതാൻ പാടില്ല, അടുത്ത ആഴ്ച പോകാമെന്ന് വിചാരിക്കാൻ പാടില്ല എന്ന് ഞാനൊരു ചെറിയ എക്സാമ്പിളാണ് നിങ്ങളോട് പറഞ്ഞത്. അങ്ങനെ ചെയ്യരുത്. അരുതെന്ന് പുസ്തകം പറഞ്ഞാൽ അതരുത്. അതിന് നമുക്ക് മനസാക്ഷിയിൽ ഒരു കുത്തുണ്ടാകണമെങ്കിൽ, അയ്യോ ഇന്ന് എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ, പോഷ്ക്ക് പറയരുത്. നിന്റെ സഹോദരനെതിരായി നീ സംസാരിക്കരുത്. ഇനി നമ്മൾ കാണുന്നുണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്, അരുത് സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല, അതിലേക്ക് നമുക്ക് വരാം പിന്നത്തേതിൽ. അപ്പോൾ ഇവിടെ അരുത് എന്ന് പറഞ്ഞ കാര്യത്തെ ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നത് നമ്മളിലുള്ള ആത്മാവാണ്. ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിലുള്ള ദേഹവും ദേഹിയുമാണ്. ഈ ദേഹി നമ്മുടെ ഇച്ഛാശക്തികളാണ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് ഈ ദേഹി നമ്മളോട് സംസാരിക്കും, ദേഹത്തെ കൊണ്ട് പാപം ചെയ്യിക്കും. ദേഹി പറയും, ദേഹം അനുസരിക്കും. അത് നമുക്ക് സംഭവിക്കാതിരിക്കുന്നതിൻ്റെ ഏക കാരണം ആത്മാവ് നമ്മളിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സഹോദരന്മാർ, യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് വളരെ താല്പര്യമായിരുന്നു യേശു അവരുടെ കൂടെ തന്നെ കാണണം. പക്ഷേ യേശു പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോയാൽ എൻ്റെ കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് തരും.
ആ കാര്യസ്ഥനാകുന്ന ആത്മാവ് വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഈ ആത്മാവ് നിങ്ങളിൽ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് എന്നാ വരുത്തും? ബോധം വരുത്തും. എന്ന് പറഞ്ഞാൽ ഒരുത്തൻ തെറ്റ് ചെയ്താൽ, പാപം ചെയ്താൽ അത് പാപമാണെന്ന് അവനെ സമ്മതിപ്പിക്കാൻ കഴിയുന്ന ഒരാൾ അവൻ്റെ അകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്തിട്ടും പാപമാണെന്ന് ബോധ്യമാകാതിരുന്ന ദാവീദ് രാജാവ് ഒടുവിൽ ദൈവാത്മാവിൽ നിറഞ്ഞ് ആര് വരേണ്ടി വന്നു? നാഥാൻ പ്രവാചകൻ വരേണ്ടി വന്നു. വന്നിട്ട് നാഥാൻ പ്രവാചകൻ ഈ രാജാവിനോട്, ദാവീദ് രാജാവിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരു ചെറിയ കഥ രൂപേണ അവൻ്റെ പാപത്തെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ ദാവീദ് രാജാവ് തന്നെ പറയാണ്, അങ്ങനെ നീ പറഞ്ഞതനുസരിച്ച് ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ മരണയോഗ്യൻ. ഉടനെ നാഥാൻ പറയുകയാണ്, ആ മനുഷ്യൻ നീ തന്നെ. ആ മനുഷ്യൻ നീ തന്നെ എന്ന് അദ്ദേഹം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ ഇവനും ബോധ്യമായി. അന്ന് മുതൽ ദാവീദിൻ്റെ ഒരു പ്രാർത്ഥന, ദൈവമേ സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ തരണം. ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുത്. സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ തരണമേ. എൻ്റെ മനസ്സിനെ പുതുക്കണമേ. നിർമ്മലമായ ഹൃദയം എനിക്ക് തരണേ എന്ന് പറഞ്ഞ് ആ ഭക്തൻ പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനങ്ങളുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, നിർമ്മലമായൊരു ഹൃദയം, പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് നീ എന്ത് ചെയ്യരുത്? എടുത്ത് കളയരുത്. ദൈവമക്കളെ, ആത്മാവില്ലെങ്കിൽ പിന്നെ അവൻ ജഡീകനാ. ആമേൻ. സഭയ്ക്കകത്ത് 3 കൂട്ടരുണ്ട്: ആത്മീകൻ, ജഡീകൻ, പ്രാകൃതൻ. പ്രാകൃതൻ ഒരിക്കലും ദൈവവചനം കേട്ടാലും ദൂത് കേട്ടാലും അവനൊന്നും ചേമ്പലെ വെള്ളം വീണതുപോലെയേ ഉള്ളൂ, ഒന്നും അംഗീകരിക്കുകയില്ല. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളായ ഞാനും നമുക്കും എൻ്റെ അകത്ത് ഈ ആത്മാവുണ്ടോ എന്ന് നമ്മൾ നോക്കണം. നിക്കോദീമോസിൻ്റെ കാര്യം ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞിരുന്നു. ആമേൻ. നമ്മളൊരു കാര്യം ഓർത്തോണേ, ഈ വീണ്ടും ജനനം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു പദമുണ്ട്, വീണ്ടും ജനനം. നമ്മളോട് ആരെങ്കിലും ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, വീണ്ടും ജനനം എന്നാൽ എന്താണ്? വീണ്ടും ജനനം നമ്മൾ ഉടനെ പറയും രക്ഷിക്കപ്പെടുക. ഹലോ, നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? വീണ്ടും ജനനം എന്താണ്? വാട്ട് ഈസ് ദ റീബർത്ത്? എന്താണ് വീണ്ടും ജനനം? അപ്പം നമ്മൾ പറയുന്നത് ഒത്തിരി പേർക്ക് അറിയത്തില്ല. ഒത്തിരി പേർക്ക് അതിൻ്റെ നിർവചനം എന്താണെന്നോ എങ്ങനെയാണെന്ന് പറയാം. പലതും പറഞ്ഞ ആളെയും. ഹല്ലേലൂയ. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുക അല്ല, രക്ഷിക്കപ്പെടുകയല്ല. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ മാനസാന്തരത്തിൻ്റെ വേറൊരു ഭാഗമാണ് വീണ്ടും ജനനം. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത് ജനിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം, ഒരു വ്യക്തിയിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം നടക്കാതെ ഇരിക്കുന്നു എങ്കിൽ അവൻ്റെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി അവൻ മരിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റിനെ തെറ്റായിട്ട് അവന് മനസ്സിലാകുന്നില്ല, പാപത്തെ പാപമായിട്ട് അവന് മനസ്സിലാകുന്നില്ല. അവൻ ചെയ്യുന്ന ഏത് അനീതിയും അവന് മനസ്സിലാകുന്നില്ല. അവൻ എന്ത് കാര്യങ്ങളിൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പല കാര്യങ്ങളും പല പ്രാവശ്യം അവൻ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും അവന് കുറ്റബോധം അവനിൽ വരുന്നില്ല. കുറ്റബോധം ഒരുവനിൽ വരാതിരിക്കുന്നു എങ്കിൽ അവൻ്റെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് അത് മരിച്ചു. കുറ്റബോധമില്ല. കർത്താവ് പറഞ്ഞു, ഈ ആത്മാവ് വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ഇത് നമുക്ക് എന്നാ വരുത്തും?
ബോധം വരുത്തും. പക്ഷേ ഇയാളിൽ അതൊന്നും നടക്കുന്നില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ എന്ത് കൊള്ളരായ്മകൾ കാണിച്ചാലും, എന്ത് അനീതി നമ്മൾ ചെയ്താലും, എന്ത് പാപം നമ്മൾ ചെയ്തിട്ടും ഒരു കൂസലുമില്ല. അവൻ എന്ത് കാണിക്കാൻ വളരെ വികൃതിയോടെ, ഒരു ജാളിതയില്ല, ഒന്നുമില്ല. അങ്ങനെ നമ്മൾ കാണുമ്പോൾ ആളെക്കുറിച്ച് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ആമേൻ. എന്നാൽ ആത്മാവ് അവനിൽ പ്രവർത്തിക്കുന്നില്ല. അവൻ്റെ ആത്മാവ് മരിച്ചുപോയി. ആ മരിച്ചുപോയ ആത്മാവിനെ വീണ്ടും ജീവിപ്പിക്കുന്ന പ്രക്രിയയ്ക്കാണ് എന്നാ പറയുന്നത്? വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭകളിലാണ് എന്നാ വേണ്ടത്? ആർക്കാ വീണ്ടും ജനനം വേണ്ടത്? നമുക്കാ വേണ്ടത്. ഒരു പ്രാവശ്യം ജനിച്ചവൻ 2 പ്രാവശ്യം മരിക്കും. ഒരു പ്രാവശ്യം ജനിച്ചവൻ 2 പ്രാവശ്യം മരിക്കും. 2 പ്രാവശ്യം ജനിച്ചവൻ 1 പ്രാവശ്യമേ മരിക്കൂ. പ്രൈസ് ദി ലോർഡ്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയി തള്ളിയിടും. ഇത് 2ാമത്തെ മരണം. വീണ്ടും ജനനം പ്രാപിച്ച ആത്മാവ് ഉള്ളിൽ ജീവനോടിരിക്കുന്നു എങ്കിൽ നമ്മൾ ഈ യോഗങ്ങളിലൊക്കെ വരുമ്പോൾ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർ ദൈവരാജ്യം അവർക്കുള്ളതാ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളായ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത്, നിൻ്റെ അകത്ത് ദൈവാത്മാവ് പ്രവർത്തിക്കുന്നെങ്കിൽ നീ നിൻ്റെ വീട്ടിൽ പോലും നിഷ്കളങ്ക ഹൃദയത്തോടെ നീ എന്തു ചെയ്യും? പെരുമാറും. നമ്മുടെ ഭാര്യയോട് എങ്ങനെ സംസാരിക്കാൻ കഴിയണം, കുഞ്ഞുങ്ങളോട് നമ്മൾ എങ്ങനെ സംസാരിക്കാൻ കഴിയണം, സഭയിൽ നമ്മൾ എന്നെ സംസാരിക്കണം, സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നല്ല പാഠം നമ്മളെ നന്നായി പഠിപ്പിക്കാൻ കഴിയുന്ന ഒരാത്മാവ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ധന്യരാ. ആമേൻ. നമ്മൾ അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ വള്ളം വെള്ളത്തിലാണ് കിടക്കുന്നത്, ആണോ? വള്ളം വെള്ളത്തിലാണ് കിടക്കുന്നത്. പക്ഷേ വെള്ളം വള്ളത്തിനകത്ത് കയറിയാൽ വള്ളം വെള്ളത്തിൽ മുങ്ങുമോ? മുങ്ങും. ആമേൻ. ഈ ബോട്ടുകൾക്കെല്ലാം അതിൻ്റെ മെയിൻ്റെനൻസിന് വേണ്ടി നമ്മുടെ കേരള ഗവൺമെൻറ് മാത്രം ചില ദിവസത്തേന് ഈ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കടലിൽ വള്ളം കൊണ്ട് പോകത്തില്ല. എന്നാന്ന് ചോദിച്ചാൽ അന്നാണ് ഇവർ ഈ വള്ളമെല്ലാം കട്ടപ്പുറത്ത് കയറ്റും. എന്നിട്ട് ഓട്ട വീണതെല്ലാം ഓട്ട അടയ്ക്കും. എന്നിട്ട് നല്ല പെയിൻ്റ് അടി. ഇന്നത്തെ ആൾക്കാർ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഓട്ട അടയ്ക്കത്തില്ല, പെയിൻ്റ് അടിക്കും. പുറമേ കാണാൻ നല്ല സുന്ദരം. എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഇമ്മാനുവേൽ. ഏതാ? വള്ളത്തിൻ്റെ സൈഡിൽ എഴുതിയിരിക്കും ഇമ്മാനുവേൽ, യേശു കൂടെ ഉണ്ടെന്ന്. ഇനി അടുത്തത് ജീസസ്. നിങ്ങൾ ഈ കടൽക്കരയിൽ പോകണേ, കേരളത്തിലെ കടൽക്കരയിൽ തിരുവനന്തപുരത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമ്മളവിടെ പോയാൽ ഈ ബോട്ടുകൾക്കെല്ലാം യേശുവിൻ്റെ പേരാ. ഇമ്മാനുവേൽ, യേശു, ബേതേൽ, ഹെബ്രോൻ എന്ന് വേണ്ട ഈ ബൈബിളിൽ എന്തെല്ലാം പേരുണ്ടോ അതെല്ലാം ഇട്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ബൈബിളിലെ പേരിട്ടെന്ന് പറഞ്ഞ് ഓട്ട അടയ്ക്കാതെ പെയിൻറ്റും അടച്ചുകൊണ്ട് വെള്ളത്തിലിറങ്ങിയാൽ അവൻ്റെ ഗതി എന്നാ? സ്തോത്രം. നമ്മളെ ഈ വെള്ളം ഇതിനകത്ത് കയറിയാൽ ഇത് പോക്കാ. നമ്മൾ എത്ര നേരം ഇങ്ങനെ കോരി തേകി കളഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെല്ലാം അതിന് വളരെ ഈസി മെത്തേഡാണ്. വെള്ളം കയറിയാലും എൻ്റെ കൈക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലം ഞാനിതിനെ കോരിക്കളയും. എത്ര നേരം കോരുമെന്നായി പറയുന്നേ? ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണം വരുത്താതെ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടാൻ ഒക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ശക്തവും അനിവാര്യവുമായ ഒന്ന് ആത്മാവിന് ശക്തിയോടെ ജീവിക്കുക എന്നുള്ളതാണ്.
യേശു സാത്താനെ നേരിട്ടത് ആത്മാവിൻ്റെ ശക്തിയോടെയാ. യേശു അതേ അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ ആത്മാവിൻ്റെ ശക്തിയോടെയാ. യേശു സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗീയ ശബ്ദം ഒരു ആത്മാവിൻ്റെ ശക്തിയോടെ ഒരു പ്രാവെന്ന രൂപത്തിൽ അവൻ്റെ മേലിറങ്ങി. ഹല്ലേലൂയ. നമ്മൾ യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ കണ്ടു, അവൻ യേശുവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു ആത്മാവിനാൽ അഭിഷിക്തനാണെങ്കിൽ നോക്കിയേ, ഈ എലിസബത്തും മറിയം തമ്മിൽ കണ്ടപ്പോൾ ആമേൻ ആത്മാവിൽ ആമേൻ എലിസബത്തിൻ്റെ ഉള്ളിൽ കിടന്ന പിള്ള എന്ത് ചെയ്തെന്ന തുള്ളി. ഹല്ലേലൂയ. നോക്കിയോണം, അത്രമാത്രം ആത്മാവിൻ്റെ വലിയ പ്രസരിപ്പ് നമ്മുടെ മേലുണ്ടാകണം. നമ്മളിത് വെറുതെ ആമേൻ നിങ്ങൾ ഒന്നുകൂടെ നോക്കിയോണേ, ഈ ന്യായപ്രമാണം എവിടെ കൊടുത്തോ, ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ആമേൻ അന്ന് 3000 പേര് അധികം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച 120 പേരടങ്ങുന്ന ഒരു സംഘത്തിൽ ഇറങ്ങി വന്നപ്പോൾ അവിടെ ആൾ കൂടിയത് അവിടുത്തെ പ്രസംഗകൻ്റെ കഴിവുണ്ടായിട്ട് അഡ്വർടൈസ്മെൻറ്റിൻ്റെ മികവല്ലായിരുന്നു. ആമേൻ, സ്തോത്രം. ഇന്ന് പത്രോസ് എന്ന് പറയുന്ന അനുഗ്രഹീതനായ കർത്തൃദാസൻ ഇവിടെ പ്രസംഗിക്കുന്നുണ്ടെന്നുള്ള അഡ്വർടൈസ്മെൻറ്റ് കണ്ട ആൾ കൂടിയതല്ല. അവിടെ പറഞ്ഞ അന്യഭാഷയും ആത്മാവിൻ്റെ പ്രസരിപ്പുമാണ് ആ മാളിക മുറിയിൽ അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടെ ആൾ ഓടിക്കൂടാൻ കാരണം ആത്മാവ് ഇറങ്ങിയതാ. ആണോ? ആത്മാവ് വന്നതാണ് അവിടെ കാരണമായത്. ഹല്ലേലൂയ. നോക്കിയോണം, ആത്മാവിൻ്റെ ശക്തി എവിടെയുണ്ടോ അവിടെ ആളുകൂടി. ഹല്ലേലൂയ. അല്ലാതെ അഡ്വർടൈസ്മെൻ്റ് കൊണ്ടല്ല ആൾ കൂടുന്നത്, മറ്റ് കാരണങ്ങൾ കൊണ്ടല്ല ആൾ കൂടുന്നത്. 120 പേരടങ്ങിക്കൂടിയ AD 30 കാലഘട്ടത്തിലെ ദൈവസഭയുടെ ആരംഭമെന്ന് പറയുന്നത് അന്ന് കൂടിയ സഭ ഇന്നും നിലനിൽക്കുക. ഇന്നും 30 അല്ല, 120 പേരിലൊന്നും അല്ല ഒടുങ്ങി കൂടിയിരിക്കുന്നത്. ആമേൻ. എത്രയോ പേര് ഈ ആത്മാവിൻ്റെ ശക്തി എവിടെയുണ്ടോ അതുകൊണ്ട് ആ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറഞ്ഞു, ദാഹിക്കുന്ന ഏവനും വരട്ടെ, വന്നു കുടിക്കട്ടെ. കുടിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഈ നദി ചെല്ലുന്നിടത്തൊക്കെ ചലിക്കുന്ന പ്രാണികളുണ്ടാകും. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ, ഇത് നദിയാണ്, ഇത് ആനന്ദ നദിയാണ്. ഇത് കുടിക്കാൻ നമ്മൾ അതിനകത്ത് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ ദാരിദ്ര്യം മാറുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ആത്മാവ് പ്രാപിക്കാൻ ഇത് നമ്മുടെ അകത്ത് എല്ലാവരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. ആമേൻ. നമ്മളൊരു ബക്കറ്റ് പൈപ്പിൻ്റെ കീഴിൽ വെച്ചാൽ അതിന് ആ ബക്കറ്റിന് എത്രയും കപ്പാസിറ്റി ഉണ്ടോ അത്രയും വെള്ളം നമുക്ക് നിറച്ചെടുക്കാം. നമ്മളൊരു കടലിലൊക്കെ ചെന്ന് ഒരു സ്പൂണും കൊണ്ടാണ് ചെല്ലുന്നെങ്കിൽ അതിനകത്ത് കോരാം, ബക്കറ്റും കൊണ്ടാണ് ചെല്ലുന്നത് അതിനകത്ത് കോരാം, വലിയ ടാങ്കർ അങ്ങോട്ടാണ് പോകുന്നെങ്കിൽ അതിനകത്ത് നിറയ്ക്കാം. വെള്ളം പറ്റത്തില്ല, ഇഷ്ടംപോലെ കിടപ്പുണ്ട്. പക്ഷെ നമ്മളെയാണ് ആവശ്യം, എനിക്കാണ് ആവശ്യം. ഞാൻ ഈ ആത്മാവില്ലെങ്കിൽ ഞാൻ പക്ക ജഡീകനായി പോവും. ഹലോ, ആത്മാവുണ്ടോ വളരണം. നമ്മൾ വളരാനുള്ളവരാ, തളരാനുള്ളവരല്ല. മനസ്സിലായവർക്കായി സ്തോത്രം. നമ്മൾ ക്രിസ്തുവിൽ വളരാനുള്ളവരാ, നമ്മൾ തളരാനുള്ളവരല്ല. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞ്, എന്ത് ഉഷ്ണം തട്ടിയാലും നീ വാടിയല്ല, കാരണം നിന്റെ ആശ്രയം യേശുവില. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ആത്മാവിനെ നമ്മൾ പ്രാപിച്ചേ പറ്റുള്ളൂ. ഇതിൻ്റെ അഭിഷേകവും നിറവും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അന്യഭാഷയൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇതൊന്നും ആവശ്യമില്ലാത്ത കേസല്ല. ഇതെല്ലാം നമുക്ക് വേണം. ഇതെല്ലാം നമുക്ക് വേണം. വചനം വേണം, ആത്മാവ് വേണം, നിറവ് വേണം, ഇതെല്ലാം നമുക്ക് വേണം. സങ്കീർത്തനങ്ങൾ വേണം, സ്തുതികൾ വേണം, പ്രബോധനം വേണം, ഇതെല്ലാം നമുക്കുണ്ട്. ഈ പുസ്തകം പ്രതിദാനം ചെയ്യുന്ന എല്ലാ എന്ത് നമുക്ക് ആവശ്യമുണ്ടോ അതൊക്കെ നമുക്ക് വേണം. ഇതിനകത്തൊന്നും വേണ്ടെന്ന് വെക്കാനുള്ള സംഭവം ഇല്ല.
ഹല്ലേലൂയ. വേണ്ടെന്ന് വെക്കേണ്ടതിനെ വേണ്ടെന്ന് വെക്കണം. പക്ഷേ ആവശ്യമുള്ളതിനെ നമുക്ക് പ്രാപിച്ചേ പറ്റൂ. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ മരിച്ചു പോകുന്ന, ഇതിനകത്ത് ചലിക്കാതിരിക്കുന്ന, ഇതിനകത്ത് ജീവൻ്റെ തുടിപ്പുകൾ കാണാതിരിക്കുന്ന ആത്മാവ്, അങ്ങനെ ഒരു വ്യക്തി ജീവിതങ്ങൾ നമുക്ക് എവിടെയെങ്കിലും കണ്ടാൽ പാപത്തെ പാവമാണെന്ന് പറയാൻ, തെറ്റിനെ തെറ്റാണെന്ന് പറയാൻ, അശുദ്ധിയെ അശുദ്ധിയാണെന്ന് പറയാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അവൻ്റെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് അവൻ മരിച്ചു. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 10 വരെ നിക്കോദീമോസും യേശുവുമായുള്ള സംഭാഷണമാണ്. നിക്കോദീമോസ് ഒരു നല്ല ടീച്ചറാണ്, നല്ല അധ്യാപകനാണ്. അവൻ ഇസ്രായേലിലെ വലിയ ഉപദേഷ്ടാവാണ്. ഏത് കാര്യത്തെക്കുറിച്ചും പഠിപ്പിക്കാനുള്ള കഴിവുള്ളയാളാണ്. പക്ഷേ ഈ വീണ്ടും ജനനത്തെക്കുറിച്ച് നിക്കോദീമോസിന് അറിയത്തില്ലായിരുന്നു. അദ്ദേഹം യേശു ഇത് സംസാരിക്കുമ്പോൾ യേശുവിനോട് നിക്കോദീമോസ് ഒരു സംശയം ചോദിച്ചു, ഇത്രയും പ്രായമായി ഞാൻ ഇനി എങ്ങനെയാണ് വീണ്ടും എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഞാൻ എങ്ങനെ ജനിക്കും? ഉടനെ യേശു പറഞ്ഞു, അയ്യോ അതൊക്കെ വളരെ മോശമായ ചോദ്യമാണല്ലോ. നീ ഇസ്രായേലിലെ ഒരു ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് നിനക്കറിയത്തില്ലയോ? പ്രൈസ് ദി ലോർഡ്. ഉപദേഷ്ടാവായിരുന്നുകൊണ്ട് ഇതറിയണമെന്നൊന്നുമില്ല. വലിയ തിയോളജിയനോ ഡോക്ടറോ ഒക്കെ ആണെന്നേലും ഇതറിയണമെന്നൊന്നുമില്ല. ഇതറിയണമെങ്കിൽ അവൻ ദൈവത്തോടടുത്ത് വരണം. ഇതറിയണമെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവിൻ്റെ ഒരു ശക്തി ഉണ്ടാകണം. ആമേൻ. അന്ന് നിക്കോദീമോസിനെ നമ്മൾ നിസ്സാരമായി കാണരുത്. അന്ന് നിക്കോദീമോസ് കൃപയാൽ ഈ ആത്മാവിനെ പ്രാപിച്ചു. സ്തോത്രം. യേശുവിൻ്റെ അടക്കത്തിനും അരിമത്യ യോസേഫുമായിട്ടുള്ള ഇടപാടുമൊക്കെ ഈ യേശുവിൻ്റെ അടക്കത്തിന് സുഗന്ധവർഗ്ഗങ്ങളൊക്കെ വാങ്ങിച്ച് പൂശാൻ നിക്കോദീമോസും അതിനകത്ത് പങ്കാളിത്തം വഹിച്ചതായി ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അരിമത്യ യോസേഫിൻ്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്യാനുള്ള അനുമതിക്ക് വേണ്ടി ഇവർ കടന്നു ചെല്ലുന്നതൊക്കെ നമുക്ക് പുസ്തകത്തിൽ വായിക്കാനായിട്ട് കഴിയുന്നു. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പിന്നാലെ ഒന്ന് വായിച്ചു നോക്കണേ. ഈ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ യേശുവും നിക്കോദീമോസുമായിട്ടുള്ള സംസാരമാണ്. 7-ാം അധ്യായത്തിൻ്റെ 50-51 വാക്യങ്ങളിൽ നിക്കോദീമോസ് ആ ഒരു യേശുവിനെ അനുഗമിച്ച് അവൻ്റെ മരണത്തിൽ അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 19-ാം അധ്യായം 38-42 വാക്യങ്ങളിലും ഈ വിഷയം സംബന്ധിച്ച് നിക്കോദീമോസിനെ നമുക്ക് കാണാം. യേശു നിക്കോദീമോസിനെ അന്ന് നിക്കോദീമോസ് ഈ കൃപ പ്രാപിച്ചു എന്നുള്ളത് ഈ തിരുവെഴുത്തിലൂടെ നമുക്ക് സത്യമായി അത് മനസ്സിലാക്കാൻ കഴിയും. ദൈവമക്കളെ, ആത്മാവില്ലാത്ത ജീവിതം ശൂന്യമാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ഉള്ളിൽ ആ ആത്മാവിനെ ജനിപ്പിക്കണം. യേശു പറഞ്ഞത്, നീ വെള്ളത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനിക്കണം. വെള്ളം നമ്മളെ ശുദ്ധീകരിക്കുന്നു. സ്തോത്രം. ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി നമ്മളെ ശുദ്ധീകരണത്തോടെ ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് നീ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. എവിടെയാണ് നീ തകർന്നത്? എവിടെയാണ് നിൻ്റെ ആത്മാവ് നിന്നിൽ നിന്ന് പോകാനുണ്ടായ കാരണം? എവിടെയാണ് ആത്മാവ് നിന്നിൽ ദുഃഖിച്ചത്? എവിടെയാണ് ആത്മാവ് നിന്നിൽ നിന്ന് ഇറങ്ങിപ്പോകാനുണ്ടായ കാരണം? അതുകൊണ്ടാണ് ഇത് മൺകൂടാരത്തിൽ പകർന്നിരിക്കുന്നത്. ഈ അത്യന്ത ശക്തിയാണ് ഇത് മൺകൂടാരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. അതുകൊണ്ടാണ് പൗലോസ് തീമോഥെയോസിനോട് പറഞ്ഞത്, തീമോഥെയോസേ, നീ ശ്രദ്ധിച്ചോണം, നീ വലിയ കാര്യങ്ങൾ, ആമേൻ, ഒത്തിരി പ്രതിസന്ധികളുണ്ട്. നമ്മുടെ പ്രസംഗത്തോട് എതിർത്ത് നിൽക്കുന്നവരുണ്ട്, ആരാധനയോട് എതിർക്കുന്നവരുണ്ട്, ആമേൻ, ഒത്തിരി പ്രയാസ പ്രതിസന്ധികളൊക്കെ ഉണ്ട്. പക്ഷെ നീ ഒരു കാര്യം ഓർത്തോണം, എപ്പോൾ നീ കൂട്ടായ്മയ്ക്ക് പോയാലും കൈവെപ്പിനാൽ നിനക്ക് കിട്ടിയ കൃപയെ നീ ജ്വലിപ്പിച്ചോണം. എൻ്റെ കൈവെപ്പിനാൽ നിനക്ക് കിട്ടിയിട്ടുള്ള ചില കൃപാദാനങ്ങളുണ്ട്, അത് നീ കൃപയാൽ ജ്വലിപ്പിച്ചോണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, 2 പേരെ ഉള്ളെങ്കിലും 10 പേരെ ഉള്ളെങ്കിലും വരുന്ന ദൈവമക്കൾ ആത്മകൃപകളെ ജ്വലിപ്പിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കഴിഞ്ഞാൽ ഒരു കാലത്തും അവൻ ഇടറിപ്പോകാൻ സാധ്യതയില്ല. പ്രൈസ് ദി ലോർഡ്. തെറ്റിപ്പോകാൻ സാധ്യതയില്ല. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് വീണ്ടും ജനിച്ച ദൈവമക്കളെ കണ്ടാൽ അറിയാം. വീണ്ടും ജനിച്ച ദൈവമക്കളെ നമുക്ക് അതിനെ ഒന്ന് ഞാൻ തൊടുകുറിയായി പറഞ്ഞ് ഇന്നത്തെ നമ്മുടെ സമയം അവസാനിക്കും. അടുത്ത ആഴ്ച നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലൂടെ ചിന്തിക്കാം. ആത്മാവിൽ നമ്മൾ ദരിദ്രരായ, അപ്പം നമ്മൾ ആത്മാവിൽ ജനിച്ചു.
നമ്മളിൽ മരിച്ചിരിക്കുന്ന ആത്മാവിനെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നതിനാലാണ് വീണ്ടും ജനനം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അത് വെള്ളത്താലും ആത്മാവിനാലും നമ്മൾ അതിൽ നിന്ന് നമ്മൾ മോചനം പ്രാപിക്കുന്നു, ദൈവവചനം കേൾക്കുന്നു. അതുകൊണ്ട് നമുക്ക് വിശുദ്ധീകരണം ഉണ്ടാകും. ഒന്ന് യോഹന്നാൻ്റെ ലേഖനം നമ്മളൊന്നെടുത്തേ, 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചേ. 3:9. 1 യോഹന്നാൻ 3:9. കേട്ടോണേ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും എന്ത് ചെയ്യുന്നില്ല? പാപം ചെയ്യുന്നില്ല. കണ്ടോ, വീണ്ടും ജനനം. നമ്മൾ ജനിച്ചു, ദൈവത്തിൽ നിന്ന് ജനിച്ചു. നമ്മളെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരാ. ദൈവത്തിൽ നിന്ന് ജനിച്ചിട്ടുള്ള ആരും എന്ത് ചെയ്യുന്നില്ല? ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയല. പാപം ഒത്തിരിയുണ്ട്. പാപം ഗർവമുള്ള കണ്ണുവരെ ഏതിൻ്റെ പട്ടികയിലാ? പാപത്തിൻ്റെ പട്ടികയിലല്ലേ? സഹോദരനെ പകയ്ക്കുന്നവൻ പാപത്തിൻ്റെ പട്ടികയിലല്ലേ? സദൃശവാക്യ ദൈവം വെറുക്കുന്ന കാര്യങ്ങൾ, ദൈവം അറപ്പെന്ന് പറയുന്ന കാര്യങ്ങൾ, ആമേൻ, ദൈവം വെറുക്കുന്ന 6 കാര്യമുണ്ട്. അറപ്പെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതെല്ലാം നമ്മൾ പാപത്തിൻ്റെ പട്ടികയിൽ വരുന്നതാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ അങ്ങനെ ചെയ്യാൻ കഴിയുന്നവനല്ല. അങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല. കാരണം അവൻ്റെ ഉള്ളിൽ ആരുണ്ട്? ആത്മാവുണ്ട്. ആത്മാവുള്ള ഒരാൾക്ക് ഈ ദേഹത്തെ കൊണ്ട് പാപം ചെയ്യിക്കാൻ ഇടപെടുമ്പോൾ അതിൻ്റെ അകത്ത് കയറി ആത്മാവ് ഇടപെടും. കുഞ്ഞെ ചെയ്യരുത്, കുഞ്ഞെ അരുത് എന്ന് പറയാൻ ഒരു ശക്തി നമ്മളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ധന്യരായി. നമ്മൾ അരുതാത്തതൊന്ന് ചെയ്യാൻ നമ്മുടെ മനസ്സോ നമ്മുടെ ബുദ്ധിയോ തയ്യാറാകുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മളൊരു ശബ്ദം കേൾക്കും, കുഞ്ഞെ അരുത്. ആമേൻ. എല്ലാവരും കാണിക്കുന്നത് പോലെ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. എല്ലാവരും ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനായിരുന്ന സഭയിൽ ഒരു കാര്യം പറയാനിടയായി. എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ കൃപയാൽ ഈ പ്രസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിലേക്ക് നമ്മൾ വന്നു. ഈ ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ജീവിക്കണം. ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി നമ്മൾ ജീവിക്കണം. പക്ഷേ കാലം കടന്നുപോയി, മനസ്സ് തഴപ്പിച്ചു. എന്താ ചെയ്യുന്നതെന്ന് അവർക്കും അറിയത്തില്ല, ചെയ്യുന്നത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ നമ്മൾ ജീവിച്ചു. ഇതിനകത്തൊരു ആളെന്ന് മാത്രം, ഒരാൾ രൂപം ഉണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് കാര്യമായില്ല. അപ്പം നമുക്കുള്ള കാര്യം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, വൃത്തിയായിട്ടൊരു പാപം ചെയ്യാൻ ഒക്കുമോ? അതുമില്ല. വിശുദ്ധിയായിട്ട് ഇതിനകത്ത് ജീവിക്കാൻ പറ്റുമോ? അതുമില്ല. നമ്മളീ പെന്തക്കോസിനകത്ത് വന്നു, വചനമനുസരിച്ചു, സ്നാനപ്പെട്ടു, രക്ഷിക്കപ്പെട്ടെന്നൊക്കെ പറഞ്ഞു, ആത്മാവിനെ പ്രാപിക്കുന്നെന്നൊക്കെ പറഞ്ഞു. കാര്യമൊക്കെ ശരിയാ. പിന്നത്തേതിൽ ഏതെങ്കിലും അശുദ്ധി കൊണ്ട് ആത്മാവ് ഇറങ്ങിപ്പോയി, അല്ലെ നീ വീണ്ടും ജനിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നു, നിൻ്റെ മനസ്സ് തഴപ്പിച്ചു, മനസാക്ഷി നിർജീവമായി. ഇങ്ങനെ മനസാക്ഷി നിർജീവം അനേകരുടെ വിശ്വാസ കപ്പൽ എന്ത് ചെയ്തു പോയി? തകർന്നുപോയി. ഹ്യൂമനിയോസും അലക്സാണ്ടറും ഒക്കെ അവരുടെ കൂട്ടത്തിലുള്ളതാ. ഞാനും നമ്മളും അങ്ങനെ തകർന്നു പോകാനല്ല ദൈവം നമ്മളെ ഇതിനകത്ത് കൊണ്ടുവന്നത്. തകരാതെ നിൽക്കാനാണ് ഈ ആത്മാവിന് ദൈവം നമുക്ക് തന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ജീവിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അനേകർ തകർന്നു പോയി പ്രിയരെ. ആമേൻ. ഞാൻ പറയട്ടെ, ഇതിനകത്ത് വന്നിട്ട് ആമേൻ വിശുദ്ധിയോടെ ജീവിക്കണം, വൃത്തിയോടെ ജീവിക്കണം, തൃപ്തരായി ജീവിക്കണം. കഴിഞ്ഞ ദിവസം ദൈവദാസന്മാർ ഓർപ്പിച്ചതുപോലെ കഷ്ടതയെന്ന് പറയുന്നത് അതിൻ്റെ വലിയ കഠിന ശോധനയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും കൃപയെന്ന് പോകാൻ ഇതുവരെ അനുവദിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്നാണെന്നറിയോ? ആത്മാവ് നമ്മുടെ അകത്തുള്ളതുകൊണ്ടാണ്. സ്തോത്രം. പിടിച്ചു നിൽക്കാൻ ദേഹത്തിന് കഴിയുന്നില്ല, ദേഹിക്ക് കഴിയുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ നമ്മളെ പിടിച്ചു നിർത്തിയത് ദൈവത്തിൻ്റെ കൃപയുടെ ആത്മാവാണ്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം, നമ്മൾ നിന്നതല്ല, ദൈവം എന്നെ
ആമേൻ. എത്ര പേർക്ക് പറയാൻ പറ്റും, നിന്നതല്ല, ദൈവം എന്നെ നിർത്തിയതാ. ഇന്ന് രാത്രി ദൈവമക്കളെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ആത്മാവിൻ്റെ സാന്നിധ്യമാണ് നമ്മളെ നിർത്തിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതി. അതുകൊണ്ട് ഈ ആത്മാവ് നമ്മുടെ അകത്തോളം ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും എന്ത് ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നില്ല. ആമേൻ. എന്നിട്ട് നമുക്കാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ആദമിനെ ഔവ്വയെ നോക്കണേ, അവർ ഏദൻ തോട്ടത്തിൽ സന്തോഷത്തോടെ കഴിയുക, തേജസ്സൊക്കെ വാരി ചുറ്റി അവർ ജീവിക്കുക. പക്ഷെ അവർക്കൊരു പ്രമാണമുണ്ട്, അവിടെ അരുതെന്നൊരു പ്രമാണമുണ്ട്. എല്ലാം നിനക്ക് തിന്നാം, പക്ഷേ ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. പക്ഷെ അതുവരെ അവർക്ക് കർത്താവ് വരുന്നതോ അല്ല ദൈവം അവരോട് സംസാരിക്കുന്നതോ ഒന്നും അവർക്കൊരു പേടിയില്ലായിരുന്നു. ഉണ്ടായിരുന്നോ? അവർക്ക് അതുവരെ ഒരു പേടിയൊന്നുമില്ലായിരുന്നു. കർത്താവ് വെയിലാറുമ്പോൾ വരും, അവരുമായിട്ട് ഇച്ചിരി നേരം കുശല പ്രശ്നമൊക്കെ നടത്തും, സന്തോഷത്തോടെ പിരിയും, അടുത്ത ദിവസം വരും. പക്ഷേ അങ്ങനെ ഒരു ദിവസം വന്നപ്പം കണ്ടില്ല, ഇവരെ കണ്ടില്ല. ദൈവത്തിനറിയാം അവരെന്ത് ചെയ്തു, എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊക്കെ ദൈവത്തിനറിയാം. ഉടനെ ദൈവം തമ്പുരാൻ വിളിക്കുകയാണ്, ആദാമേ നീ എവിടെ? ഉടനെ അവർ പറയുന്നൊരു പദമുണ്ടേ, അങ്ങയുടെ ശബ്ദം കേട്ട് ഞങ്ങൾ ഭയപ്പെട്ട് ഒളിച്ചു. ഇതുവരെ ഒരു ഭയവും ഇല്ലായിരുന്നു. ഈ തേജസ് പോയപ്പോൾ അവർക്ക് എന്നാ വന്നു? പേടി വന്നു. ഇന്ന് ആത്മാവ് പോയി കഴിഞ്ഞാൽ ഒരു പേടിയില്ല. ആത്മാവ് ഉള്ളവർക്കാണ് കുറച്ചുകൂടെ ഭയമുള്ളത്. അവർ ഭയത്തോടും ഭക്തിയോടും വിറയലോടും കൂടെ ദൈവത്തെ ആരാധിക്കാൻ ഉത്സാഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നോക്കി, അവർ പറയുന്നത് അങ്ങയുടെ ശബ്ദം കേട്ടിട്ട് ഞങ്ങൾ ഭയപ്പെട്ട് എന്ത് ചെയ്തിരിക്കുക? വിളിച്ചിരിക്കുക. ഇപ്പം ഞങ്ങളെ കാണാൻ കൊള്ളാത്ത കണ്ടീഷനില്ല, ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ നോക്കത്തില്ല. ഞങ്ങൾ മാക്സിമം നോക്കി എന്തേലുമൊക്കെ മറ പിടിക്കാമെന്ന്, പക്ഷേ ചൂടും അതിൻ്റെ കടുപ്പമൊക്കെ കൊണ്ട് ഒന്നും ശരിയാകുന്നില്ല. ഉടനെ ദൈവം ചോദിച്ചൊരു പദമുണ്ട്, നിന്നോട് ആര് പറഞ്ഞു നീ നഗ്നനെന്ന്? സംഭവം ഓരോന്ന് പുറത്ത് വരാൻ തുടങ്ങി. പ്രിയരെ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും എന്ത് ചെയ്യുന്നില്ല? പാവം ചെയ്യുന്നില്ല. അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നുണ്ട്. ഏതാ വിത്ത്? ഈ വചനം. ഈ വചനം എൻ്റെ അകത്ത് വസിച്ചാൽ നിനക്ക് എന്നാ ചെയ്യാനൊക്കത്തില്ല? ആമേൻ, ഹല്ലേലൂയ. നിസാരം, ഞാൻ നേരത്തെ പറഞ്ഞ സഭായോഗത്തെ ഉപേക്ഷയായി കരുതാൻ പോലും നിനക്ക് പറ്റിയല്ലെന്ന്. ആമേൻ. അരുതുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഞെട്ടും. മിക്കവാറും സാധനങ്ങളെല്ലാം നമ്മളും ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ അതിൽ നിന്നെല്ലാം മടങ്ങി വന്നേ പറ്റുള്ളൂ. കൃപ ദൈവം നമുക്ക് തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവനക്ക് പാപം ചെയ്യാൻ കഴിയുകയില്ല. അടുത്ത വായിക്കുന്നത് നോക്കിയാണേ, അടുത്ത വായിക്കും ഈ 4:7 ഒന്ന് വായിച്ചേ. യോഹന്നാൻ 1:4. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം. പ്രിയമുള്ളവരെ, നിനക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ നിനക്ക് എന്നാ ചെയ്യാൻ പറ്റും? അന്യോന്യം എന്ത് ചെയ്യണം? സ്നേഹിക്കണം. വീണ്ടും ജനിച്ചവൻ്റെ ഗുണമാണേ. വീണ്ടും ജനിച്ച ഒരാളുടെ പ്രത്യേകതകളാണ്. ഒന്ന്, അവന് പാപം ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം, അവൻ അന്യോന്യം എന്തു ചെയ്യും? സ്നേഹിക്കുന്നു. അന്യോന്യം സ്നേഹിക്കും. തമ്മിൽ സ്നേഹം ഉണ്ടായിരിക്കും. ഒരുവനെ കടിച്ച് തിന്നാനുള്ള ഭാവമല്ല വേണ്ടത്. ഒരുവൻ ഒടുങ്ങിപ്പോകരുതെന്ന് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. ഞാൻ നിമിത്തം വേറൊരാൾ ഒടുങ്ങിപ്പോകരുത്. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നവരായിരിക്കണം. ഇത് വീണ്ടും ജനിച്ചവൻ്റെ പ്രത്യേകതയാണ്.
അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു 1 യോഹന്നാൻ 5:3-4 വാക്യം. 5:3-4 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അടുത്തത്, അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. അവന്റെ കൽപ്പനകളൊന്നും ഭാരമുള്ളവയല്ല. അടുത്തത്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവരൊക്കെ ലോകത്തെ ജയിക്കുന്നു. അടുത്തത്, ലോകത്തെ ജയിച്ച ജയമോ, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. വീണ്ടും ജനിച്ച ആളുടെ ഒരു ക്വാളിറ്റി മറ്റൊരു ക്വാളിറ്റിയാണ്. സ്നേഹിക്കുന്നെങ്കിൽ ആ കൽപ്പനയെ ഞാൻ പ്രമാണിക്കുന്നു. എന്നിട്ട് നമ്മൾ അങ്ങനെ വായിക്കുന്നത് അല്ലേ, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ, അടുത്ത വാക്യം എന്നാന്നറിയോ, ഞാൻ അവനെ സ്നേഹിക്കുന്നെന്ന് പറയുക അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ജനിച്ച ദൈവമക്കളെ, നമ്മൾ എത്ര ശ്രേഷ്ഠരാണെന്ന് നോക്കിയോണം കേട്ടോ. ദൈവത്തോടുള്ള സ്നേഹം, അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ഇനി ആരെങ്കിലും പറയാം അത് ഭയങ്കര പ്രയാസമാണ്, അത് കടുപ്പമാണെന്ന് പറഞ്ഞാൽ ഇവിടെ യോഹന്നാൻ പറയാം അത് ഭാരമുള്ളവയല്ല. ആമേൻ. എന്നിട്ട് ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അപ്പോൾ നമ്മൾ ഈ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു വിശ്വാസത്തോട് വീര്യവും, അല്ലേ? ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീർന്നാൽ നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, ആമേൻ, വീര്യമുള്ള വിശ്വാസം നമുക്കുണ്ട്. എന്തിനാണെന്നറിയോ? ഈ ലോകത്തെ ജയിക്കാൻ. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ തള്ളി പറഞ്ഞല്ലേ പത്രോസ്, ഞാനവനെ അറിയുന്നില്ലെന്ന് പറഞ്ഞ ആളല്ലേ. ഒരു തൂപ്പുകാരിയുടെ മുമ്പിൽ ആണയിട്ട് പറഞ്ഞു ഞാനവനെ അറിയുന്നില്ല. സ്തോത്രം. നിങ്ങൾ നോക്കണേ, ഈ പത്രോസ് വീണ്ടും ജനിച്ചു. അവനത് കോഴി കൂപ്പി, അയ്യോ ഞാൻ എൻ്റെ യേശുവിനെ തള്ളി പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് താല തല്ലി കരഞ്ഞ് മാനസാന്തരപ്പെട്ടു. എന്നിട്ട് ഈ 120 പേരുടെ സംഘത്തിൽ കൂടി അവൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അങ്ങോട്ട് പ്രാപിച്ചു. ആമേൻ. യേശു അതിനു മുമ്പ് അവന് കൊടുത്ത അധികാരങ്ങളുണ്ട്. അവൻ താക്കോൽ കൊടുത്തിരിക്കുന്ന ആർക്കാ? പത്രോസിൻ്റെ കയ്യിലാണ്. ഹല്ലേലൂയ. പത്രോസിനോട് എന്നിട്ടൊരു കാര്യം പറഞ്ഞു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിലും കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ അവിടെയും അഴിക്കപ്പെടും. ആമേൻ. ഹല്ലേലൂയ. തകർന്നു പോയി എന്ന് പറഞ്ഞതിനെ തമ്പുരാൻ പണിതെടുക്കാൻ അവൻ്റെ അകത്ത് കയറിയ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. തകർന്നതിനെ പണിയാൻ ആത്മശക്തിയാ. ഈ കൽപ്പന ഭാരമുള്ളതല്ല. അടുത്ത യോഹന്നാൻ 5:3-4 നമ്മൾ വായിച്ചു. ലോകത്തെ, ആമേൻ, അടുത്ത 3-4 വാക്യങ്ങൾ നമ്മൾ ലോകത്തെ ജയിച്ച ജയമോ, ലോകത്തെ ജയിക്കണം വിശ്വാസം കൊണ്ട്. 5:18 തന്നെത്താൻ സൂക്ഷിക്കുക. 5:18 ഒന്ന് വായിച്ച വേഗം. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ തന്നെത്താൻ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കണം. നമ്മൾ സൂക്ഷിക്കണം. ആമേൻ. തന്നെത്താൻ ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനമായ ലോകത്ത് നമ്മൾ ജീവിച്ചാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു ഭക്തനെ ദുഷ്ടൻ തൊടാതിരിക്കണമെങ്കിൽ നീ നിന്നെ തന്നെ സൂക്ഷിക്കണം. നിന്നെ തന്നെയും നീ പ്രസംഗിക്കുന്ന പ്രസംഗത്തെയും നാം എപ്പോഴും സൂക്ഷിക്കണം. നമ്മളിത് പറയുന്നെങ്കിൽ നാളെ നമ്മുടെ അടുത്ത് വരും പിശാച്. നമ്മളിതിനെ മുറുകെ പിടിക്കുന്നെങ്കിൽ പരിശോധനയുമായി നാളെ അവൻ അടുത്ത് വരും. ഹല്ലേലൂയ. അടുത്ത് വരുമ്പോൾ ഇത് കാണാനുള്ള കഴിവ് നമുക്ക് ദൈവം തരണമെങ്കിൽ ഈ അകത്തൊരു ആത്മജീവൻ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പറയുന്ന ഈ വചനം അത്ര ശക്തമാണെങ്കിൽ ദൈവമക്കൾ ശ്രദ്ധിച്ചോണം, ഇത് പരീക്ഷയുമായി സാത്താൻ നമ്മുടെ അടുത്ത് വരുമെന്ന്. ഹല്ലേലൂയ. വരുന്നോടനെ നമ്മൾ അവനെ ജയിക്കണം.
ലോകത്തെ നമ്മൾ തന്നെത്താൻ സൂക്ഷിക്കണം. അതിൻ്റെ അടുത്ത പോയി ദുഷ്ടൻ അവനെ തൊടുകയില്ല. ഇതൊക്കെ ലോകത്തിൻ്റെ വ്യവസ്ഥിതിയെ നമ്മൾ ജയിക്കണം. ആമേൻ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ അങ്ങനെയാണ്. അത് അങ്ങനെ ജനിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരാളോട് അത് കർത്താവ് പറയുക, ആത്മാവിൽ ദരിദ്രരായവർ അവർ ദൈവരാജ്യം കൈവശമാക്കും. ആമേൻ. കണ്ണുകളടച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നിന്റെ ഭാരം അറിയുന്ന ഒരു ദൈവം, നമ്മളെ അടിമുടി മനസ്സിലാക്കുന്ന ഒരു കർത്താവ്, നിന്റെ ചിന്തകൾ, ഹൃദയത്തിൻ്റെ ചിന്തകൾ പോലും ഗ്രഹിപ്പാൻ കഴിവുള്ള ഒരു ദൈവം എനിക്ക് നമ്മൾ നടുവിലുണ്ട്. നിന്റെ ഭാരം ഏതും ആകട്ടെ, നിന്റെ വിഷയം എന്തും ആകട്ടെ, നീ അതിൽ മനസ്സ് ഭാരപ്പെട്ട് കലങ്ങി നിന്റെ മനസാക്ഷി നിർജീവമായി പോയി തകർന്നു പോകാൻ നീ അനുവദനം കൊടുക്കരുത്. യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നമ്മളെ സ്നേഹിക്കുന്നു. ഇന്നും അവൻ്റെ അദൃശ്യമായ ശക്തി കുറഞ്ഞു പോയിട്ടില്ല. ആമേൻ. ആ ശക്തിക്ക് കീഴിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ നിന്റെ അന്തരാത്മാവിൽ ഒരു ജീവൻ്റെ തുടിപ്പവൻ തരാൻ പോവുക. ആമേൻ. ഹല്ലേലൂയ. ഒരു ജീവൻ്റെ ശക്തി നമ്മുടെ മേലവൻ ഇടാൻ പോവുക. ആ ശക്തി നിന്നെ രൂപാന്തരത്തിലേക്ക് നടത്തും. ആ ശക്തി നിന്നെ ജീവനിലേക്ക് നടത്തും. നിന്നെ ആളും മാറിയവനെ പോലെ ശക്തനാക്കി ലോകത്ത് നിർത്താൻ കഴിയുന്ന ഏക ശക്തി ദൈവവചനത്തിന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് നമ്മളെ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.